ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജൂലൈ മാസത്തെ ഫലമാണ് ഇവിടെ പറയുന്നത്. ജൂലൈ മാസത്തിൽ മേടൻ രാശിക്കാർക്കുള്ള ഫലമാണ് പറഞ്ഞത്. മേടൻ രാശി എന്നിട്ടുമ്പോൾ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗവും കൂടി ചേരുന്ന 2.25 നക്ഷത്രമായിട്ടുള്ള മേടൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്രഹം ചൊവ്വ തന്നെയാണ്. ആ ചൊവ്വ സ്വക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. 2-ൽ അനുകൂല ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴനാണ്. 3-ൽ അനുകൂല ഭാവത്തിൽ തന്നെ നിൽക്കുന്ന സൂര്യനും ശുക്രനും. 4-ൽ ബുധൻ അനുകൂലമാണ്. അതുപോലെ തന്നെ 6-ൽ കേതു അനുകൂലമാണ്. 11-ൽ ശനി അനുകൂലമാണ്. 12-ൽ രാഹു. വളരെ വളരെ ഗുണകരമായിട്ടുള്ളൊരു സമയമാണ് ഈ മേടൻ രാശിക്കാർക്ക് ഇപ്പോൾ ഈ മാസത്തിലുള്ളത്. ധനാഗമനങ്ങൾ, ധനസമ്പാദ്യങ്ങൾ, പല അപ്രതീക്ഷിതപരമായിട്ടുള്ള ധനഭാഗ്യങ്ങൾ, അപ്രതീക്ഷിതപരമായിട്ടുള്ള ഭാഗ്യവശാലുള്ള ധനങ്ങൾ, ലോട്ടറി അടിക്കാനുള്ള സാധ്യത, ഭാഗ്യവശാൽ ധനം വന്ന് ചേരുവാനുള്ള സാധ്യത, അപ്രതീക്ഷിതപരമായിട്ട് പണം കൈവന്ന് ചേരുവാനുള്ള സാധ്യത, ആഭരണങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യത, ആരോഗ്യപുഷ്ടി നന്നായിട്ട് വരുവാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. ശരീരത്തിന് ഭാരം കൂടുവാനും ആരോഗ്യം കൂടുവാനുമുള്ള സാധ്യതയെല്ലാം ഉണ്ട്. അതുപോലെ നല്ല ഇഷ്ട ഭക്ഷണം കഴിക്കുവാനുള്ള സാധ്യത, ഇഷ്ട ഭക്ഷണത്തോട് താല്പര്യം കൂടുതൽ, ഇഷ്ട വസ്ത്രങ്ങളോട് താല്പര്യം കൂടുതൽ, ഇങ്ങനെയെല്ലാം വരുവാനുള്ള സാധ്യത ഉണ്ട്. കുടുംബത്തിലാണെങ്കിൽ ഐശ്വര്യ അഭിവൃദ്ധിയും അതുപോലെ തന്നെ ധനാഭിവൃദ്ധിയും സന്താനങ്ങളുടെ ഐശ്വര്യ അഭിവൃദ്ധിയും കണ്ട് മാതാപിതാക്കൾക്ക് വളരെ ഉത്സാഹകരമായിട്ടുള്ളതാണ് കാണുന്നത്. വിദ്യാർത്ഥികൾക്കാകട്ടെ പഠനത്തിൽ വലിയ ഉത്സാഹം, മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ധനസംബന്ധമായിട്ടും വാക്ക് സംബന്ധമായിട്ടും ഗുണസംബന്ധമായിട്ടുള്ള മേഖലയാണ് 2-ാം ഭാവം. 2-ാം ഭാവത്തിൽ പറഞ്ഞിരിക്കുന്നത് ധനകുടുംബ വാക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുടുംബപരമായിട്ട് നല്ല ഐക്യത ഉണ്ടാവും. വാക്കുകളാൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ പെട്ടിരിക്കുന്നവർക്കെല്ലാം വളരെ ഗുണകരമായിട്ടുള്ള ഒരു സമയമായിട്ടാണ് ഇപ്പോൾ മേടൻ രാശിക്കാർ കാണുന്നത്. മേടൻ രാശിക്കാർ ഏറ്റവും 11-ൽ ശനിയും 2-ൽ ലാഭസ്ഥാനത്തിൽ ശനിയും ധനസ്ഥാനത്തിൽ വ്യാഴമാണ്. പിന്നെ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ മാസം അതിനെക്കാട്ടും വളരെ അനുകൂലപരമായിട്ടുള്ളൊരു മാസമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സ് വെച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ ഇതിനെക്കാട്ടും ഉയരത്തിൽ എത്തുവാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാകും. വിദേശത്തിലേക്ക് പോകാൻ തീർച്ചയായിട്ടും തയ്യാറായി നിൽക്കുന്നവർക്ക് പൂർണ്ണമായിട്ടും 100%, 80% വിജയിക്കുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ PSC ലിസ്റ്റിൽ, ഗവൺമെൻറ് സംബന്ധമായിട്ട് PSC ലിസ്റ്റിൽ പെട്ടിരിക്കുന്നവർക്കെല്ലാം ജോലി കിട്ടുവാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ സേനാധിപത്യം വഹിക്കുന്നവർ, മിലിറ്ററി ആയിക്കോട്ടെ, പോലീസിലായിക്കോട്ടെ, അതുപോലെ ജവാൻ സംബന്ധമായിട്ടായിക്കോട്ടെ, നാവികസേന ആയിക്കോട്ടെ, കരസേന ആയിക്കോട്ടെ, അങ്ങനെ അതിൽ വേണ്ടപ്പെട്ട ആയുധ സംബന്ധമായിട്ടുള്ള മേഖല, സേനാധിപത്യം വഹിക്കുന്ന മേഖലകളിലെല്ലാം പരീക്ഷകളെല്ലാം എഴുതി PSC ലിസ്റ്റിൽ വന്നിരിക്കുന്നവർക്കെല്ലാം ജോലി കിട്ടുവാനുള്ള സാധ്യത കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ വിദേശത്തേക്ക് പോകാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നവർക്കും അതിനുവേണ്ടി ധനം കൊടുത്തവർക്കും പെട്ടെന്ന് തന്നെ വിസ വരുവാനും അതിൻ്റെ പേപ്പർ വർക്ക് വരുവാനും ഉള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഗവൺമെൻറ് സംബന്ധമായിട്ട് PSC എഴുതിയിരിക്കുന്നവർക്കെല്ലാം ജോലി കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. ഗവൺമെൻറ് മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് പ്രമോഷൻ കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. മേലെ അധികാരികളുടെ നല്ല വാക്കുകൾക്ക് പ്രശംസ കിട്ടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. സിനിമാ മേഖലയിൽ പെട്ടിരിക്കുന്ന അവസ്ഥ വൻകിട പ്രൊഡ്യൂസർമാർക്കൊക്കെ വൻകിട ലാഭങ്ങൾക്കും അതുപോലെ തന്നെ ഈ നക്ഷത്രത്തിൽ രാശിയിൽ പെട്ടിരിക്കുന്നവർക്കെല്ലാം ഉണർവുണ്ടാകാനുള്ള സാധ്യതയും അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ ചാൻസുകൾ വർദ്ധിക്കുവാനുള്ള സാധ്യതയും എല്ലാം കൂടുതൽ കാണുന്നുണ്ട്. രാഷ്ട്രീയക്കാർക്കാകട്ടെ നല്ല മേൽക്കൈ നോട്ടമാണ് കാണുന്നത്. അവരവർ എന്ത് ഉദ്ദേശിക്കുന്നുവോ അത് നടപ്പാക്കും. അവരെന്ത് പറയുന്നുവോ അത് നടപ്പാക്കും. എന്ത് വർത്താനം പറയണം എന്നുള്ളത് അപ്പപ്പ ചിന്തിച്ച് പറയുന്ന ഒരു രീതി കൂടെ അവർക്കുണ്ടാവും. അത് കാരണം അവരുടെ ഇമേജ് കുറച്ചുകൂടെ വർദ്ധിക്കുവാനുള്ള സാധ്യത അല്ലെങ്കിൽ ജനസാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള കഴിവുകളുണ്ടാവും. ആ കഴിവിനനുസരിച്ച് നീങ്ങിക്കഴിഞ്ഞു പറഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ വിജയിക്കുന്ന കാര്യങ്ങൾ സാധിക്കും. ഉദ്ദിഷ്ട കാര്യം സാധിക്കും. ഭവനത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാൻ, വിവാഹങ്ങൾ അല്ലെങ്കിൽ സന്താന യോഗങ്ങൾ എന്നിവയെല്ലാം വന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട്. ഇതുവരെ വിവാഹം നടക്കാതിരിക്കുന്നവർക്കെല്ലാം വിവാഹാലോചനകൾ വന്ന് ചേർന്ന് ജോയിൻ്റ് ആകുവാനുള്ള സാധ്യതയുണ്ട്. പ്രണയിക്കുന്നവർക്കെല്ലാം പ്രണയ സാഫല്യം നേടുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. പുതിയ ഭവനം വയ്ക്കുവാനും പഴയ ഭവനം മോടി പിടിപ്പിക്കുവാനും പുതിയ ആഡംബര വാഹനങ്ങൾ വാങ്ങിക്കുവാനും പുതിയ ആഡംബര ഭവനത്തിന് തുടക്കം കുറിക്കുവാനും ഗൃഹപ്രവേശത്തിന് വില്ല അതുപോലെ അപ്പാർട്ട്മെൻറ്റ് എന്നിവ വാങ്ങിക്കുവാനും ഒന്നിലധികം ഭൂമികൾ വന്നു ചേരുവാനും റിലയൻസ് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വൻകിട ലാഭങ്ങൾ വന്നു ചേരുവാൻ, കോർപ്പറേറ്റ് സംബന്ധമായിട്ടുള്ള റിലയൻസ് സംബന്ധമായിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് വൻകിട ലാഭങ്ങൾ, കോടികളുടെ ലാഭങ്ങളെല്ലാം ഉണ്ടാവാനുള്ള
സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ സന്താനങ്ങൾ ഇല്ലാതിരിക്കുന്ന കുറേ വർഷങ്ങളിൽ സന്താനങ്ങൾ ഇല്ലാതിരിക്കുന്നവർക്ക് സന്താനങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത, കടബാധ്യത എല്ലാം നിശേഷം മാറ്റുവാൻ പറ്റുന്ന ഒരു സമയമാണ്. ശത്രുക്കളെ ചെറുത്ത് നിൽക്കുവാൻ പറ്റിയ സമയമാണ്. ശത്രുക്കളെ നമ്മൾ നേരിടാൻ വരികയാണെങ്കിൽ 10 മടങ്ങ് ശക്തിയോടുകൂടി അവർ തിരിച്ചു പോകും എന്നുള്ളതാണ് പറയുന്നത്. ശത്രുക്കൾ മിത്രങ്ങളാകാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. പോലീസ് കേസ് വഴക്കുകൾ അങ്ങനെ കോടതി വ്യവഹാരങ്ങളെല്ലാം നടക്കുന്നവർക്കെല്ലാം അതിൽ നിന്ന് മോചനം നേടുവാനും തീർപ്പ് കൽപ്പിക്കുവാനും അല്ലെങ്കിൽ അത് ഒത്തുതീർപ്പാക്കാനുള്ള സാധ്യതയെല്ലാം കാണുന്നുണ്ട്. കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നല്ല ഐക്യത ഉണ്ടാവും. പുണ്യ ദർശനം നടത്തുവാനും പുണ്യസ്ഥലങ്ങൾ പോകുവാനും ടൂറിസ്റ്റ് സംബന്ധമായിട്ടുള്ള മേഖലകളിൽ കടന്നു ചെല്ലുവാനും അതുപോലെ തന്നെ ദൂരയാത്ര കൊണ്ട് ഗുണങ്ങൾ ചെയ്യുവാനുള്ള സാധ്യതയുണ്ട്. വിദേശത്തേക്ക് ജോലി തയ്യാറായിട്ട് നിൽക്കുന്നവർക്ക് ഉടനെ വിദേശത്തേക്ക് പോകാൻ പറ്റും എന്നുള്ള പറയുന്നത്. അതുകൂടാതെ അവർക്ക് മേഖലകൾ കൂടുതൽ മേഖലകൾ സഞ്ചരിക്കും. അതായത് വിദേശത്ത് നിന്ന് വേറൊരു വിദേശത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. UK ആണോ, ഓസ്ട്രേലിയ ആണോ, ന്യൂസിലൻഡിലാണോ എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞു പറഞ്ഞാൽ മേടൻ രാശിക്കാർക്ക് കിഴക്ക് വടക്ക് ഭാഗത്തായിട്ടുള്ള രാജ്യങ്ങൾ വളരെ ഉചിതപരമായിട്ടുണ്ടാവും. അതുപോലെ തന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരും ആലോചിക്കുന്നവരും വടക്ക് കിഴക്ക് ഭാഗത്ത് അന്വേഷിക്കുന്നത് വളരെ ഉചിതപരമായിട്ടുള്ള ഒരു ഇതാണ് കാണുന്നത്. അതുപോലെ നാശനഷ്ടങ്ങൾ പൊതുവെ കുറയുവാനുള്ള സാധ്യതയുണ്ട്. നാശനഷ്ടങ്ങൾ പൊതുവെ കുറവുണ്ട്. ആരോഗ്യ ദൃഢത ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കർമ്മ മേഖല പുരോഗമിക്കും. പുതിയ ബിസിനസ് എല്ലാം തുടങ്ങി വെച്ച് പുതിയ ബിസിനസ് പുരോഗമിച്ച് പുതിയ ബിസിനസ് വളർച്ചയിലെത്തുവാനുള്ള സാധ്യത. ഇപ്പോൾ ചെയ്യുന്ന ബിസിനസ്സുകളെല്ലാം നല്ല നേട്ടത്തിൽ വരുവാനുള്ള സാധ്യത. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ബിസിനസ്സുകളൊക്കെ പറയുകയാണെങ്കിൽ സ്വർണ്ണാഭരണ ബിസിനസ് വൻകിട ലെവലിൽ പോകും. വസ്ത്രമേഖല, വാഹന മേഖല, വാഹന സംബന്ധമായിട്ട് ഇടപെട്ടിരിക്കുന്ന എല്ലാവിധ വർക്കേഴ്സുകൾക്കും ഗുണകരമായിട്ടുള്ളതാണ്. അവരവരുടെ സമയത്തിന് ജാതകത്തിലുള്ള സമയത്തിനനുസരിച്ച് തീർച്ചയായിട്ടും ഉണ്ടാവും. ഈ ഫലം അനുഭവത്തിൽ ഉറപ്പായിട്ടും വരും എന്നുള്ള യാതൊരു സംശയമില്ല. ഈ മാസം ഇവർക്ക് വളരെ അനുകൂലപരമായിട്ടാണ് കാണുന്നത്. ആ അനുകൂല ഫലം അനുഭവത്തിൽ വരും. വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഫോൺ നമ്പറിൽ കൊടുക്കുന്നതാണ്. വിളിച്ച് പറയണം. ആ ദോഷം എന്താണെന്ന് കണ്ടുപിടിച്ച് അത് തീർത്തിട്ട് അനുഭവത്തിൽ ആ അനുഭവം ഇപ്പോൾ 11 സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനിയും 2 സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴവും അനുകൂല ഭാവത്തിൽ നിൽക്കുന്ന ആ അനുകൂല ഭാവം നമ്മളായിട്ട് നേടിയെടുക്കണം. തന്നെത്താൻ വരട്ടെ എന്ന് വെച്ചാൽ തന്നെത്താൻ വരേണ്ട സമയം കൂടിയാണ്. എന്നിരുന്നാലും നമ്മൾ കുറച്ചും കൂടി മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ പ്രത്യേകത കിട്ടുന്നുള്ളതാണെന്ന്. വിദേശ സംബന്ധമായിട്ടുള്ള യോഗം നല്ലപോലെ കാണുന്നുണ്ട്. ദൂരദേശ യാത്ര കൊണ്ട് എല്ലാവിധ ഗുണാനുഭവങ്ങളും വന്ന് ചേരുവാനുള്ള സാധ്യത തീർച്ചയായിട്ടും തന്നെ കാണുന്നുണ്ട്. അനുഭവങ്ങൾ ഒരുപാട് വന്ന് ചേരുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. IT മേഖല വളരെ പ്രശസ്തിയിലേക്ക് പോയി അതിൽ നിൽക്കും. സയൻസ് സംബന്ധമായിട്ടും കമ്പ്യൂട്ടർ സംബന്ധമായിട്ടും വർക്ക് ചെയ്യുന്നവർക്കും ഇലക്ട്രോണിക് സംബന്ധമായിട്ടും ഇലക്ട്രിക് സംബന്ധമായിട്ടുമുള്ള വർക്ക് ചെയ്യുന്നവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും ഗുണകരമായിട്ടുള്ളൊരു സമയമായിട്ടാണ് കാണുന്നത്. ഹൈടെക് മേഖല, മെക്കാനിക്കൽ മേഖല, മെക്കാനിക്കൽ എഞ്ചിനീയർമാർ, ഹൈടെക് എഞ്ചിനീയർമാർ, 2 വീലർ തൊട്ട് വിമാനം വരയ്ക്കുമുള്ള വാഹന സംബന്ധമായിട്ടുള്ള പെട്ടിരിക്കുന്നവർക്ക് നാവികസേന, കരസേന, വ്യോമസേന എന്നിവയ്ക്ക് പോലീസ് അധികാരികൾ, സിവിൽ സർവീസ് സംബന്ധമായിട്ടുള്ള മേഖലകൾ ആഗ്രഹിക്കുന്നവർ അവരവരാഗ്രഹിക്കുന്ന എന്തുവോ അതെല്ലാം നടത്തുന്ന വരുവാനുള്ള സാധ്യത മേടൻ രാശിക്കാർക്ക് പ്രത്യേകിച്ച് കണ്ട് ഭാഗ്യവർദ്ധനവ് നല്ലപോലെ അവർ കാണുന്നുണ്ട്. ദൈവാനുഗ്രഹവും അതുപോലെ തന്നെ നല്ലപോലെ കാണുന്നുണ്ട്. നല്ല ധൈര്യം, ആരോഗ്യം ഇപ്പോൾ ഉള്ള സമയമാണ്. വരുമ്പോലെ കാണും. എന്തിനിറങ്ങി തിരിച്ചാലും അത് സക്സസ് ആയിട്ട് വരുന്ന ഒരു സമയമാണ് മേടൻ രാശിക്കാർക്ക് ഇപ്പോൾ ഈ മാസത്തിലുള്ളത്. അത് കാരണം കൊണ്ട് തന്നെ ഇവർക്ക് വളരെ ഉചിതമായിട്ട് വേണ്ട സമയമാണ്. മേടൻ രാശിയിൽ തന്നെ ഇവർക്ക് ജൂലൈ 12 തൊട്ടിട്ട് 15 തീയതി വരെ 12, 13, 14, 15 4 ദിവസം വളരെ അനുകൂലപരമായിട്ടുള്ള ദിവസങ്ങളാണ്. അത് വിട്ട് കഴിഞ്ഞാൽ 21 to 27, 21, 22, 23, 24, 25, 26, 27 ദിവസം. ആ 7 ദിവസം വളരെ അനുകൂലപരമായിട്ടുള്ള സമയമാണ്. അതും കൂടി ആകുമ്പോൾ കുറച്ചുകൂടി നല്ല ഇത് ഉണ്ടാവും. എന്നിരുന്നാലും നക്ഷത്രവശാലുള്ള ഇത് വെച്ച് നോക്കുമ്പോൾ അശ്വതി നക്ഷത്രക്കാർക്ക് ഗണപതി ഹോമം ഗണപതി ക്ഷേത്രത്തിലും, ഭരണി നക്ഷത്രക്കാർക്ക് വെള്ളിയാഴ്ച സഹസ്രനാമാർച്ചനയും, കാർത്തിക നക്ഷത്രക്കാർക്കാണെങ്കിൽ ശിവക്ഷേത്രത്തിൽ ധാരാവിളക്ക് മാല എന്നിവ നടത്തുന്നതും വളരെ ഉചിതപരമായിട്ടാണ് കാണുന്നത്. നമസ്കാരം.